ഇപ്പോഴത്തെ മണവാട്ടികൾ ഭയങ്കര വൈബായിട്ട് നിൽക്കും. അവരെ ലൈഫ് അങ്ങ് എൻജോയ് ചെയ്യും. ഇപ്പോഴത്തെ മണവാട്ടിൽ ശരിക്കും നാച്ചുറൽ തന്നെയാണ്. പണ്ടത്തെ പോലെ ആടിക്കളിച്ച് ഉലഞ്ഞൊന്നും ചെയ്യുന്നൊന്നുമില്ല. കല്യാണത്തിന് ഡ്രസ്സിനൊന്നും അവരെ ഇഷ്ടമല്ലേ. അപ്പോൾ ഇതൊരു പഴയ ഒരു രീതിയല്ലേ. ഒപ്പന ഒരു കലാരൂപം ആയതുകൊണ്ട് ഇതിൻ്റെയൊക്കെ ആവശ്യം കൂടുതലും ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇതുപോലെ കൊഞ്ചി കുഴയണത്, ഇത്രയും ഓർണമെൻറ്റ്സും ഡ്രസ്സും ഒക്കെ ഇങ്ങനെ ആയത്. മുമ്പ് കല്യാണ വീടുകളുടെ അകത്തളങ്ങളിൽ മാത്രം ഉണ്ടായിരുന്ന ഒപ്പന ഇന്ന് പൊതുമധ്യയിൽ കലോത്സവ വേദികളിൽ എല്ലാ കലോത്സവ വേദികളിലും ഒപ്പനയുണ്ട്. സ്വർണ്ണ നൂലുകളാൽ പാകിയ വസ്ത്രങ്ങളും മൈലാഞ്ചി മൊഞ്ചും അതുപോലെ തന്നെ കൈകൊട്ടിപ്പാട്ടിന്റെ ഈണവും തൃശ്ശൂരിന്റെ പൂരപ്പറമ്പിൽ ഇന്ന് ഒപ്പന വേദികൾ ഉണരുകയാണ്. പക്ഷേ 64 വർഷങ്ങൾക്കിപ്പുറവും ഒപ്പന കാഴ്ചകളിൽ മാറ്റമില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. നവവധു സങ്കല്പങ്ങൾ. ഒപ്പന വേദികളിലെ മൊഞ്ചത്തിമാർ നാണത്താൽ തല താഴ്ത്തിരിക്കുന്നവർ മാത്രമാണോ? അങ്ങനെ വധുവിന്റെ കേസിലുള്ള ഈ സ്റ്റീരിയോ ടൈപ്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. എങ്ങനെയൊക്കെയാണ് എല്ലാവരും മുറുകെ പിടിക്കുന്നത് എന്നൊന്നും അറിയണ്ടേ? എങ്ങനെയാണ് ഒപ്പനകളിലുള്ള മണവാട്ടിയും അതുപോലെ റിയൽ ലൈഫ് മണവാട്ടിയും ഒക്കെ സെയിം ആണോ? അല്ല, അത് ഒരിക്കലും ആവില്ല. കാരണം നമ്മൾ ഇത് തന്നെ ഒരു കളിയായിട്ടാണ് നോക്കുന്നത്. അത് മാത്രമല്ല, ഇത്ര ആഭരണവും ഇങ്ങനെ നമ്മൾ ഇത്രയും നാണം കാണിച്ചെന്നായിരിക്കില്ല നിൽക്കുന്നത്. ഇപ്പോഴത്തെ മണവാട്ടികൾ ഭയങ്കര വൈബായിട്ട് നിൽക്കും. അവരെ ലൈഫ് അങ്ങ് എൻജോയ് ചെയ്യും. കല്യാണം നൈസായിട്ട് അങ്ങ് ഡീൽ ചെയ്യും. റിയൽ ലൈഫിൽ ഇത്രയും ആഭരണങ്ങളൊന്നും ഇടുന്ന ആൾക്കാരല്ല ഇപ്പം. പണ്ടുള്ളത് എനിക്കറിയില്ല. ഇപ്പോഴെന്തായാലും ആൾക്കാർ ഇത്രയും ആഭരണങ്ങളൊന്നും ഇട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നോക്കത്തില്ല. പക്ഷേ അവരുടെ മാരേജ് അവർ മാക്സിമം നല്ല കളർഫുൾ ആക്കാനൊക്കെ നോക്കും. എന്ത് ഡ്രസ്സ് ഇടണമെന്ന് കല്യാണത്തിന് ഡ്രസ്സ് ഇടണമെന്ന് അവരെ ഇഷ്ടമല്ലേ. അപ്പോൾ ഇതൊരു പഴയ ഒരു രീതിയല്ലേ. അപ്പം അവർക്ക് അതിനോട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ വേറൊരു ഇത് ഫോളോ ചെയ്യണം. നമ്മൾ മണവാട്ടിനിപ്പോൾ ഒപ്പന പഠിപ്പിക്കാൻ പോകുമ്പോൾ സെലക്ഷൻ ചെയ്യുന്നത് ഏറ്റവും ചിരിയുള്ള ഒരു മണവാട്ടി എന്നാണ്. ലുക്കുള്ള ഏറ്റവും നല്ല ചിരിയല്ലാണല്ലോ. എന്ന് വെച്ചാൽ കല്യാണമാണല്ലോ. ഇപ്പോൾ ഖദീജാബിയുടെ കല്യാണം അല്ലെങ്കിൽ ഫാത്തിമാബിയുടെ കല്യാണമോ നമ്മൾ അതിനെ ആസ്പദമാക്കിയിട്ടാണല്ലോ ഇത് മണവാട്ടിനെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അന്നത്തെ ഹുബ്സൂറത്ത് എന്ന് പറഞ്ഞാൽ അത്രയും മനോഹര നിറഞ്ഞ മണവാട്ടികളായിരുന്നു ഖദീജ ബീവിയും. പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിനോട് അടുത്തെത്തണ്ടേ. ജഡ്ജസും അത് തന്നെ പുഞ്ചിരി, ഇവരുടെ സന്തോഷവും ഇവരും തോഴികളുമായിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അത് ഇമ്പോർട്ടൻ്റ്. നാണം ഓവറല്ല. എന്നാലും ഇപ്പോഴത്തെ മണവാട്ടിൽ ശരിക്കും നാച്ചുറൽ തന്നെയാണ്. പണ്ടത്തെ പോലെ ആടിക്കളിച്ച് ഉലഞ്ഞൊന്നും ചെയ്യുന്നൊന്നുമില്ല. ഇപ്പോഴത്തെ മണവാട്ടിയെല്ലാം നാച്ചുറലായിട്ട് നല്ല രീതിയിൽ തന്നെ ചെയ്യുന്ന പിള്ളേരാണ് ഇപ്പോഴത്തെ മണവാട്ടി. മണവാട്ടിയെ തിരഞ്ഞെടുക്കുന്നത് കുറച്ച് ഹൈറ്റ് നോക്കും, പിന്നെ കളിക്കുന്ന കുട്ടികളുടെ ഹൈറ്റ് നോക്കും. പിന്നെ കളിക്കുന്ന കുട്ടികളെക്കാട്ടും ഒരു പിടി ഹൈറ്റ് മണവാട്ടിക്ക് വേണം. മണവാട്ടിയുടെ എന്ന് വെച്ചാൽ അഭിനയം ഓവറാവുകയും ചെയ്യരുത്, ഒരു ലെവലിൽ കളിക്കണം. അതായത് നമ്മളെ ഒരു പണ്ടുള്ള കല്യാണം മണവാട്ടി നാണം കുണിങ്ങി നടന്ന് അങ്ങനെ സ്റ്റേജ് മേൽ വന്ന് ഓവറായിട്ട് തലയാട്ടലോ അതൊന്നും പാടില്ല. ഓവറായി കഴിഞ്ഞാൽ മൈനസും ആവും. ഒരു ലെവലിൽ നല്ല ചിരിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തോഴിമാരെ നോക്കി ജഡ്ജസിനെ ഓഡിയൻസിനെല്ലാം നോക്കി നല്ല ഉഷാറായിട്ട് ഒരൊത്തൊരുമയിൽ കളിക്കുക. നല്ല മുഞ്ചിൽ ചിരി പിന്നെ കവളെല്ലാം തടിപ്പിച്ച് ചിരിക്കുക. നല്ല രസമായിട്ട്. ഇപ്പം പൊതുവെ അങ്ങനെയൊന്നും കാണാറില്ല. കുറേ പേർക്കും ജ്വല്ലറീസ് ഐറ്റംസ് ഒന്നും ഇഷ്ടമല്ല. പിന്നെ ഇത്രയും നാണമൊന്നും. പിന്നെ ഇതൊരു ഒപ്പന ഒരു കലാരൂപം ആയതുകൊണ്ട് ഇതിൻ്റെയൊക്കെ ആവശ്യം കൂടുതലും ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇതുപോലെ കൊഞ്ചി കുഴയണത്, ഇത്രയും ഓർണമെൻറ്റ്സും ഡ്രസ്സും ഒക്കെ ഇങ്ങനെ ആയത്. ആദ്യം മണവാട്ടി കാണുമ്പോഴത്തേക്ക് ആദ്യം നോക്കാൻ നമ്മൾ പൊക്കുമായിരിക്കും. കാര്യം രണ്ട് സൈഡിൽ നിൽക്കുന്ന കളിക്കാരെക്കാളും കുറച്ചും കൂടെയൊക്കെ പൊക്കമുള്ള വണ്ടിയാകുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം പൊക്കം നോക്കിയാണ് സാധാരണ എടുക്കുന്നത്. അപ്പോൾ സാധാരണ ഇതൊരു കല്യാണ വീട്ടിൽ നടക്കുന്ന ഒരു മണവാട്ടിയുടെ ഒരു ദൃശ്യസായവൽക്കരണം ഈ കലാരൂപം ചെയ്യണത്. ഒരു മണവാട്ടിയെ എങ്ങനെയാണ് തോഴിമാർ കണക്ഷൻ ചെയ്യണത് ഒക്കെ. അപ്പോൾ ഒരു മണവാട്ടിയുടെ അടുത്ത് വന്ന് ഒരു തോഴിമാരിങ്ങനെ അവരെ കൊഞ്ചിക്കുക, അവരുടെ പാട്ട് കാതിൽ പാടിക്കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെയൊക്കെ മണവാട്ടിക്ക് ഒരു നാണം ഉണ്ടാവും. ആ നാണത്തെ ഒരു പ്രതിഫലിക്കുന്ന രീതിയിലാണ് പണ്ട് ഒപ്പന നടന്നത്. അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോഴത്തെ ഒപ്പന കളിയിലും ഈ ഒരു സാധനം കൊണ്ടുവരാറുള്ളത്. പിന്നെ മണവാട്ടി പാട്ടിനെ കൂടുതൽ ആസ്വദിക്കണം. ആ ഒരു കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്. കണ്ണ് താഴ്ത്തി കണ്ണുകൊണ്ട് ആക്ഷൻ കാണിക്കുക. ആ ഒരു നാണത്തിൻ്റെ എക്സ്ട്രീം ലെവൽ ഓഫ് സാധനമാണ് നമ്മുടെ ഒരു ഒപ്പന വഴി കാണിച്ചുകൊണ്ടിരിക്കുന്നത് മണവാട്ടിയിൽ. മുമ്പ് കല്യാണ വീടുകളുടെ അകത്തളങ്ങളിൽ മാത്രം ഉണ്ടായിരുന്ന ഒപ്പന ഇന്ന് പൊതുമധ്യയിൽ കലോത്സവ വേദികളിൽ എല്ലാ കലോത്സവ വേദികളിലും ഒപ്പനയുണ്ട്. അപ്പോൾ പൊതുമധ്യത്തിൽ ഒരുപാട് ഒപ്പന പരിശീലകർ ഒരുപാടായിട്ടുണ്ട്. അങ്ങനെ ഒപ്പന പൊതുവേദിയിൽ മത്സരിക്കാൻ തുടങ്ങി. അപ്പോൾ അത് ഒരു അകത്തളത്തിലുണ്ട ഒരു കലാരൂപത്തിന് പുറത്തേക്ക് കൊണ്ടുവന്നൊരു സാധനം. മാപ്പിളകലയിലെ അകത്തളങ്ങളിൽ സ്ത്രീകൾക്ക് മാത്രം ഉണ്ടായിരുന്ന കലാരൂപം ഇന്ന് പൊതുമധ്യത്തിൽ സാമൂഹികപരമായിട്ടുള്ള എല്ലാ കാഴ്ചപ്പാടുകളിലും തന്നെയാണ് നിലനിൽക്കുന്നതാണ് നമ്മൾ വിശ്വാസമുള്ള പരിശീലന നിലയിൽ. ആചാരപ്പെരുമയും കലയുടെ ആവേശവും ഒത്തുചേരുന്ന ഈ ഒപ്പനവേദികളിൽ ഈ സ്റ്റീരിയോ ടൈപ്സ് ഒക്കെ ബ്രേക്ക് ചെയ്ത് വധുവിന് തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു കാലം അധികം വിദൂരമല്ലെന്ന് നമുക്ക് പ്രത്യാശിക്കാം. എന്തായാലും ക്യാമറമാൻ സുധീഷിനൊപ്പം കലോത്സവ വേദിയിൽ നിന്നും ഫർസാട്ടിയോ.